ലോകത്തിലെ ഏറ്റവും മികച്ച ഫണ്ട് മാനേജർമാർ ആരാണെന്നറിയുമോ? എന്നാൽ അത് നമ്മുടെ ഇന്ത്യൻ വീട്ടമ്മമാരാണ്. സ്വർണ്ണവില കുത്തനെ ഉയർന്ന് ചില്ലറ വിൽപ്പനയിൽ 10 ഗ്രാമിന് 1 ലക്ഷം രൂപയ്ക്ക് മുകളിൽ കുതിച്ചു. ഈ സാഹചര്യത്തിലാണ് ലോകതലത്തിലെ ഏറ്റവും മികച്ച ഫണ്ട് മാനേജർമാർ ഇന്ത്യൻ വീട്ടമ്മമാരാണെന്ന് കൊട്ടക് മഹീന്ദ്ര ബാങ്ക് സ്ഥാപകൻ ഉദയ് കൊട്ടക് കഴിഞ്ഞ ദിവസം തന്റെ ട്വിറ്ററിൽ കുറിച്ചത്. മൂല്യത്തിന്റെ ഒരു ശേഖരമായി സ്വർണത്തിൽ നിക്ഷേപിക്കുന്ന അവരുടെ രീതിയെ പ്രശംസിച്ചുകൊണ്ട് അദ്ദേഹം ട്വീറ്റ് ചെയ്തത്. കാരണം ഇന്ത്യക്കാർ കഴിഞ്ഞ 15 വർഷത്തിനിടെ വാങ്ങിക്കൂട്ടിയത് 12,000 ടൺ സ്വർണമാണെന്നാണ് കണക്ക്. അതും 2010 മുതൽ 2024 വരെയുള്ള കാലയളവിലാണ് ഈ സ്വർണം മുഴുവൻ വാങ്ങിക്കൂട്ടിയത്. ഇതിൽ 8,000 ടണ്ണിലധികം സ്വർണവും സ്വർണ്ണാഭരണങ്ങളായാണ് ഇന്ത്യൻ വീട്ടമ്മമാർ വാങ്ങിക്കൂട്ടിയിട്ടുള്ളത്. ഓരോ വർഷത്തെയും സ്വർണത്തിന്റെ ശരാശരി വില കണക്കിലെടുത്താൽ ഇത്രയും സ്വർണം വാങ്ങാൻ ഇന്ത്യക്കാർ 50 ലക്ഷം കോടി രൂപ ചെലവാക്കിയിട്ടുണ്ടാകും. എന്നാൽ ഇപ്പോൾ ഇതിന്റെ മൂല്യമാകട്ടെ 110 ലക്ഷം കോടി രൂപയും. അങ്ങനെയാണെങ്കിൽ ഇന്ത്യൻ കുടുംബങ്ങളുടെ മൊത്തം ലാഭമാകട്ടെ 60 ലക്ഷം കോടി രൂപയും. 15 വർഷത്തെ കണക്കാണെങ്കിലും ഇന്ത്യൻ വീടുകളിലെ മൊത്തം സ്വർണ്ണ ശേഖരം ഏകദേശം 25,000 ടൺ വരും. ഈ വിവരങ്ങളെല്ലാം വേൾഡ് ഗോൾഡ് കൗൺസിൽ പുറത്തുവിട്ട റിപ്പോർട്ട് പ്രകാരമാണ്. 2025 ജനുവരി 1 മുതൽ സ്വർണത്തിന് 30% വർധനവും ഏപ്രിൽ 8 മുതൽ 14.5% വളർച്ചയും ഉണ്ടായതായി ഓൾ ഇന്ത്യ ജെംസ് ആൻഡ് ജ്വല്ലറി ഡൊമസ്റ്റിക് കൗൺസിൽ വൈസ് ചെയർമാൻ അവിനാഷ് ഗുപ്ത പറഞ്ഞു. സ്വർണം ഒരു ഡെഡ് ഇൻവെസ്റ്റ്മെന്റായി ചിലർ കാണുമ്പോൾ മികച്ച ഇൻവെസ്റ്റ്മെന്റ് ആയിട്ടാണ് നമ്മൾ ഇന്ത്യക്കാർ കാണുന്നത്. സ്വർണ്ണാഭരണം വാങ്ങിക്കൂട്ടാൻ തിടുക്കം കാണിക്കുന്ന ഇന്ത്യൻ വീട്ടമ്മമാരെ പല രീതിയിലും കളിയാക്കിയിട്ടുണ്ടെങ്കിലും സ്വർണത്തിന് ഇത്രയും വില കൂടി നിൽക്കുന്ന സാഹചര്യത്തിൽ നല്ലൊരു മുന്നേറ്റമാണ് അവർ ചെയ്തതെന്ന് നമുക്ക് പറയേണ്ടി വരും. കൂടാതെ റിസർവ് ബാങ്കിന്റെ കരുതൽ ശേഖരത്തിൽ 879 ടൺ സ്വർണവും പത്മനാഭസ്വാമി ക്ഷേത്രം ഉൾപ്പെടെയുള്ള ദക്ഷിണേന്ത്യയിലെ ക്ഷേത്രങ്ങൾ മാത്രം 5,000 ടണ്ണിലധികം സ്വർണ്ണ ശേഖരവുമുണ്ടെന്ന് റിപ്പോർട്ടുകൾ പറയുന്നത്. ഇന്ത്യയിലെ മൊത്തം സ്വർണ്ണ ശേഖരം 30,000 ടൺ വരും. ഇതിന്റെ മൂല്യം ഇപ്പോഴത്തെ വിലയനുസരിച്ച് ഏകദേശം 275 ലക്ഷം കോടി രൂപയായിരിക്കും. ഉദയ് കൊട്ടക് പറഞ്ഞത് വെച്ച് നോക്കിയാൽ ലോകത്തിലെ ഏറ്റവും മിടുക്കരായ ഫണ്ട് മാനേജർമാർ നമ്മുടെ വീടുകളിലാണ്.